പ്രണയാർദ്രം. രചന കിറുക്കി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം നടിയോട് ഭർത്താവ് ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പാവ്. ശരിക്കും ഞെട്ടാൻ വേണ്ടിയാണ് തുമ്പി ആ യൂട്യൂബ് വീഡിയോ ഓപ്പൺ ചെയ്ത്. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഭാര്യ ഭർത്താവ് വിളിച്ചെഴുന്നേൽപ്പിച്ച് ചായ കൊടുത്തു. അതിനാണ് ഇമാരുടെ ഊള ക്യാപ്ഷനും തമ്പുനെയിലും. ക്യാപ്ഷൻ കൊടുത്തവന്റെ പിതാമന്മാരെ നന്നായിട്ടൊന്ന് സ്മരിച്ച തുമ്പി വേറോരോ നോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. തുമ്പി, തുമ്പി, ആമ്മ ദേ വരണു. തുമ്പി ഓടി അടുക്കളയിലേക്ക് ചെന്നു. ദേ പെണ്ണെ, ഈ തേങ്ങയ്ക്കൊന്ന് ചെറുകിയേ. തുമ്പി ഒരു ചിരിയോടെ തേങ്ങ ചിരുവാൻ തുടങ്ങി. അമ്മയ്ക്ക് ഞാനിവിടെ നിൽക്കുന്ന കണ്ടൂടെ? എവിടെ നിന്ന് അവളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? തുമ്പിയുടെ ചേച്ചി അമ്മ അടുക്കളയിലേക്ക് വന്നു. എനിക്ക് ഇന്നലെ വിജയേട്ടനെ മോനെ കാണാൻ പോയേണ്ട, അതിന് പോയി റെഡിയാവും. ആ കൊച്ചൻ പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ പെണ്ണുകാളിൽ ഇവിടെ വെച്ച് നിന്റെ ചെറിയമ്മയെ അമ്മാമാരെയൊക്കെ വിളിച്ച് ആർഭാടത്തോടെ നടത്തേണ്ടതല്ലേ? സിന്ദൂർ അല്പം നിരാശയോടെ പറഞ്ഞു. അതമ്മേ, എൻ്റെ കൂടെ തുമ്പി കൂടെ വന്നോട്ടെ, എനിക്ക് ഒറ്റയ്ക്ക് പോയൊരു മടി. നീ ആ തേങ്ങ ചെരി വെച്ചിട്ട് അമ്മോളുടെ കൂടെ ചെല്ലു തുമ്പി. അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടല്ലോ. തുമ്പി തലയാട്ടി ചേച്ചിയുടെ കൂടെ റൂമിലേക്ക് നടന്നു. ഒരു ഫ്ലോറൽ ബേബി പിങ്ക് മാക്സി ഡ്രസ് ഇട്ട് തുമ്പി റെഡിയായി. റൂമിലേക്ക് വന്നപ്പോൾ അമ്മ ഒരു ആലോചനയോടെ ഇരിക്കുവാണ്. എന്താണ് ചേച്ചി കിട്ടി ഇത്രയ്ക്ക് ആലോചന? തുമ്പി അമ്മുവിനെ ചുറ്റിപ്പിടിച്ച് ചോദിച്ചു. ആകാശനോട് ഇന്ന് പെണ്ണാണാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു പോലുമില്ല. പുള്ളിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം മതി ടെൻഷനാവാൻ. ആ ബെസ്റ്റ്. ഇതാണോ പെണ്ണാണല്? ചെറുക്കൻ്റെ പേര് പോലും അറിയില്ല. അതുമല്ല, പെണ്ണാണാൻ പോകുന്ന നീയല്ലല്ലോ, ഞാനല്ലേ? പെട്ടെന്ന് അമ്മ തുമ്പിയുടെ വാപത്തി പിടിച്ചു. പതിയെ തുമ്പി, എനിക്ക് ആദ്യം മുമ്പിൽ ഒരുങ്ങി കെട്ടി നിൽക്കാൻ വയ്യാത്തോണ്ടല്ലേ മോളെ. അതുമല്ല, നീ ആകുമ്പോൾ എല്ലാം നല്ലപോലെ കൈകാര്യം ചെയ്യില്ലേ? ഇതാകുമ്പോൾ നീ ഒന്ന് പോയി അയാളെ ഇഷ്ടമല്ലെന്നൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയ ചുമ്മാ ടെൻഷൻ അടിച്ച് എല്ലാം കൊളാക്കും. ഓക്കെ ചേച്ചി, ഈ കല്യാണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ചേച്ചി അച്ഛനോട് ഇന്ന് തന്നെ സംസാരിക്കണം. ചേച്ചി ആകാശനെ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രണയത്തിലാണ്, തുറന്നു പറ. അച്ഛന് മനസ്സിലാവും. ചേച്ചി അച്ഛന് വേണ്ടിയില്ല നീ നാട് നമ്മൾ കളിക്കുന്ന പോലും. അയാൾ നമുക്ക് ഒഴിവാക്കാം. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനായതുകൊണ്ട് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് മീ ചേച്ചി. ആകാശിന്റെ കാര്യം അച്ഛൻ സമ്മതിക്കും. അമ്മ ഒരു ചിരിയോടെ തുമ്പിക്ക് സമ്മതം നൽകി. ടൗണിലുള്ള ഒരു കോഫി ഷോപ്പിലാണ് കാണാമെന്ന് പറഞ്ഞ്. കാണാൻ വരുന്ന ആളിന്റെ ഫോട്ടോ അമ്മ കൊടുത്തിട്ടും ചേച്ചി നോക്കിയില്ല. അവൾ നോക്കാനായിട്ട് താനും നോക്കിയില്ല. പക്ഷെ പോകാൻ നേരം അമ്മ നമ്പർ തന്നു. അതിൽ വിളിച്ച ആളെ കണ്ടുപിടിക്കണം. ചേച്ചിയെ കോഫി ഷോപ്പിന്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാൾ നിർത്തിയിട്ട് തുമ്പി കോഫി ഷോപ്പിലേക്ക് വന്നു. കോഫി ഷോപ്പിന്റെ വാതിലിൽ നിന്ന് അവൾ ആളെ വിളിച്ചു. ഹലോ ഹലോ, ഞാൻ പെണ്ണാണ് വരുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ അമൃതയാ. ഓക്കെ, താൻ കയറി വരുന്നിടത്ത് തന്നെയുണ്ട്. ബ്ലാക്ക് ടീഷർട്ട്. ഫോൺ വെച്ച് തുമ്പി റെഡിയായി. ഇനി കുറച്ചു നേരത്തേക്ക് അതിഥി എന്ന താൻ അമൃതയാണ്. ആളൊരു ദീർഘനിശ്വാസത്തോടെ കോഫി ഷോപ്പിന്റെ അകത്തേക്ക് കയറി. അവിടെ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട് പുറംതിരിഞ്ഞിരിക്കുന്നുണ്ട്. ചുറ്റും നോക്കി അത് തന്നെയാണ് ആളെന്ന് ഉറപ്പിച്ച് തുമ്പി അവന്റെ അരികിലേക്ക് നടന്നു. ഇത്ര നേരം ഇല്ലാതിരുന്ന വെപ്രാളം ഇപ്പോൾ തനിക്ക് അനുഭവപ്പെടുന്ന അത്ഭുതത്തോടെ തുമ്പി തിരിച്ചറിഞ്ഞു. ഹൃദയമല്ലാതെ മിടിക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, തുമ്പി വിളിക്കുന്നേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. തുമ്പിക്ക് പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ വല്ലാത്തൊരു പരവേശം തോന്നി. ആളുടെ കണ്ണുകൾ അവന്റെ ലൈറ്റ് ഹേസൽ മിഴികളിൽ കുരുങ്ങിക്കിടന്നു. നല്ല വെളുത്ത ചെറിയ മുഖവും വെട്ടിയൊതുക്കിയ താടിയും മീശയും. ആൾക്ക് അവനെന്തൊക്കെയോ പ്രത്യേകതയുള്ള പോലെ തോന്നി. ഐ ആം ആകാശ്. അത് കൊള്ളാം. പെണ്ണാണ് വന്നയാളുടെയും സ്നേഹിക്കുന്നയാളുടെയും എല്ലാം പേരെന്നാണല്ലോ. തുമ്പി അവന്റെ എതിർവശത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. ഞാൻ അമൃത. ടീ ഓർ കോഫി? കോഫി. അവൻ 2 കോഫി ഓർഡർ ചെയ്തു. തുമ്പി അവിടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിൽ ശ്രദ്ധിക്കായിരുന്നപ്പോൾ ആളുടെ ഇഷ്ടഗാനമായിരുന്നു അപ്പോൾ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നിറം സിനിമയിലെ മിഴിയറിയാതെ എന്നുള്ള ഗാനം. തുമ്പി മുന്നിലിരിക്കുന്നയാളുടെ മറന്ന് പാട്ടിൽ ശ്രദ്ധിച്ചു. ഇതേ സമയം അവൻ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ആളുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ അവന് തോന്നിയില്ല. പെട്ടെന്നാണ് അവളുടെ കഴുത്തിലായ ഒരു കുഞ്ഞു മറുക അവന് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലേക്ക് എന്തോന്ന് തന്നെ ആകർഷിക്കുന്ന പോലെ അവന് തോന്നി. വേറെ കോഫി കൊണ്ടുവന്നപ്പോഴാണ് അവർ രണ്ടുപേരും ചിന്തയിൽ നിന്നുണർന്നത്. അവനെ ശ്രദ്ധിക്കാതെ ഇത്ര നേരവും മറ്റെന്തോ ശ്രദ്ധിച്ചിരുന്നോർത്ത് അവൾക്ക് ജാള്യത തോന്നി. ഇത്രയും സുന്ദരനായ ഒരു ചെറുക്കൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറയാൻ അവസരം ഉണ്ടായില്ലോ എന്നോർത്ത് അവൾക്കത് എന്തോ തമാശ പോലെ തോന്നി. എനിക്കൊരു കാര്യം പറയണം. തുമ്പി പറയുന്നിട്ട് അവൻ തലകുരുത്തി നോക്കി. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. 2 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. വീട്ടിലിതുവരെ പറഞ്ഞിട്ടില്ല. വീട്ടിലെന്നെ ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞാൽ മതി പ്ലീസ്. ഞാനിങ്ങനെയൊന്നും പറഞ്ഞെന്ന് വീട്ടിലറിയരുത്. എൻ്റെ കാര്യം വീട്ടിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. താൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ മുഖത്തൊരു നിരാശ മിന്നി വാഞ്ഞോ അതോ തനിക്ക് തോന്നിയതാണോ? ആക്ച്വലി ഞാനും ഈ കല്യാണത്തിന് ഒട്ടും പ്രിപ്പയർഡല്ലായിരുന്നു. താമസിക്കണ്ട, തന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോളാം. എന്നാ പോട്ടെ. തുമ്പിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. വല്ലാത്തൊരു അസ്വസ്ഥ അവൻ്റെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ. അവൾ പുറത്തേക്ക് ഇറങ്ങി തൻ്റെ കണ്ണിൽ നിന്ന് മായുന്നവരാൻ നോക്കിയിരുന്നു. ഉള്ളിൽ ചെറിയൊരു നഷ്ടബോധം ഉണ്ടായോ? പെട്ടെന്നാണ് ആരോ തോളിൽ തൊട്ടത്. ആ കുട്ടി വന്നിട്ട് പോയോ? പോയി. ഷീസ് ക്യൂട്ട്. അവനൊരു ചിരിയോട് ആകാശിനോട് പറഞ്ഞു. ആരോ നിനക്ക് ഇഷ്ടമായെങ്കിൽ അവളോട് പറഞ്ഞൂടായിരുന്നു നീ ആകാശിലെ ആരവാണെന്ന്? വേറെ ഒരാളോട് പ്രണയമുള്ള എനിക്കല്ലേ? അതുകൊണ്ടല്ലേ ഈ കല്യാണം മുടക്കി എനിക്ക് പറയാൻ നിന്നോട് ഇരുത്തിയത്. നിനക്ക് അവളോട് എന്തെങ്കിലും സ്പെഷ്യൽ ഫീൽ ഉണ്ടായെങ്കിൽ അത് അവളോട് പറയായിരുന്നു. ഏയ് നോ മാൻ.
അവൾക്ക് വേറൊരാൾ ഇഷ്ടമാണെന്ന്. അത് വിട്. ഇന്നലെ വീട്ടിൽ പറഞ്ഞ് നിന്റെ അമ്മൂൻ്റെ കാര്യം സെറ്റായിക്കോ. അല്ലെങ്കിൽ അച്ഛൻ ഇനി എന്തെങ്കിലും പഴയ ഫ്രണ്ട്സിനെ കാണും. അവരുടെ മോളെന്ന് എനിക്ക് ആലോചിക്കും. എനിക്ക് നല്ലൊരു ജോലിയില്ലേ ആകാശ്, ധൈര്യമായിട്ട് പറയടാ, അച്ഛൻ സമ്മതിക്കും. ആരോ ആകാശിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. അമ്മ കുറച്ച് മടിയോടെയാണെങ്കിലും അന്ന് രാത്രി അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആകാശ് അവളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്, അങ്ങനെ ഒരു പരിചയമാണ്. സിറ്റി ബാങ്കിൽ മാനേജറാണ് അവൻ. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നതിൽ അമ്മ വിജയിച്ചു. ആൾ വിചാരിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നാളെ തന്നെ ആകാശിനോട് വീട്ടുകാരെ കൂട്ടി വരാൻ അച്ഛൻ അമ്മുവിനോട് പറഞ്ഞു. അയാൾക്ക് കൂട്ടുകാരൻ്റെ മകന്റെ കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ മോളുടെ ഇഷ്ടം നോക്കട്ടെ എന്ന് അയാളും കരുതി. തെറ്റൊന്നും അവൾ ചെയ്യില്ല. അമ്മുവിന് ഒരുപാട് സന്തോഷം തോന്നി. തുമ്പിക്കും. അവൾ ആകാശിനോട് പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ സമ്മതിച്ചെന്നറിഞ്ഞപ്പോൾ ആകാശ് അവന്റെ വീട്ടിലും കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവിടെയും സമ്മതം കിട്ടിയപ്പോൾ ആകാശിന് ഒരുപാട് സന്തോഷമായി. അപ്പോഴും അരവിന്റെ ഉള്ളിൽ അവളായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ അമ്മുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീടിന്റെ വഴിയൊക്കെ അമ്മു പറഞ്ഞു കൊടുത്തിരുന്നു. ആ വഴി ആകാശ് കാർ ഓടിച്ചു പോയി. വീട്ടിലേക്ക് അടുക്കുന്തോറും വിജയന്റെയും സിമിയുടെയും മുഖത്ത് ആകാംക്ഷ വർദ്ധിച്ചു വന്നു. അത് ആരോ ആകാശം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കാറിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തെ ചിരി അവർ രണ്ടും ശ്രദ്ധിച്ചു. കാറിൽ നിന്നിറങ്ങിയവരെ കണ്ട് തുമ്പിയുടെ അച്ഛൻ രാഘവിന്റെയും അമ്മ സിന്ധുവിന്റെയും മുഖം ആശ്ചര്യത്താൽ വിടർന്നു. തെളിഞ്ഞ നേരത്തിന് ശേഷം രാഘവ് ഒരു ചിരിയോടെ ഇറങ്ങി വിജയനെ കെട്ടിപ്പിടിച്ചു. സിന്ധു സിമിയെയും. ഇതൊക്കെ കണ്ട് കിളിപോയി നിൽക്കുകയാണ് ആരോ ആകാശം. കൂടുതലൊന്നും പറയാതെ അവരെയും കൂട്ടി അകത്തേക്ക് പോയി അമ്മുവിനെ വിളിച്ചു. അങ്ങോട്ട് വന്ന അമ്മുവും ഇവരുടെ അടുപ്പം കണ്ട് അതിശയിച്ചു. ആകാശിന്റെ അച്ഛനും അമ്മയ്ക്കും തന്റെ അച്ഛനെയും അമ്മയെ എങ്ങനെ അറിയാമെന്ന് അവൾ അതിശയിച്ചു. അതേ അതിശയം തന്നെയായിരുന്നു ആകാശിനും ആരവിനും. ചേച്ചിക്ക് പുറകെ പലഹാരപാത്രമായി വന്ന തുമ്പി അവിടെ ഇരുന്ന് ആളെ കണ്ട് ഞെട്ടി. ഈശ്വര, ഇതാണ് ചേച്ചിയുടെ ആകാശേട്ടൻ. ആൾക്കാകെ വല്ലാതെയായി. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങളുടെ കിടപ്പ് ആരവിനെ ഏകദേശം പിടികിട്ടി. അപ്പൊ മോനെ ആരവേ, ഇന്നലെ പെണ്ണ് കാണാൻ പോയപ്പോ നടന്ന എന്താണെന്ന് നീ പറഞ്ഞു. നീയാണല്ലോ ഇവനെ കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നലെ ആകാശവും അമ്മമോളും പരസ്പരം കണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. വിജയന്റെ ആക്കിയുള്ള പറച്ചിൽ ആരോ എല്ലാം തുറന്നു പറഞ്ഞു. താനെല്ലാം തുമ്മിയാണ് ഇന്നലെ അമ്മുവായിട്ട് ചെന്നെന്ന് അമ്മ കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി. അമ്മുവിന്റെ അനിയത്തിയാണ് തുമ്പി എന്നറിഞ്ഞ ആരവിന് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ തോന്നി. തുമ്പിക്കും. വിവാഹ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചാണ് അവർ അവിടെ നിന്നും പോയത്. അമ്മു നാണത്തോടെ അകത്തേക്ക് പോയപ്പോൾ സിന്ധു തുമ്പിയുടെ കയ്യിലെ തൊലി പിച്ചെടുത്തു. വേദന കൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും പൊന്നീശ പറന്നു. ഓരോ കുരുട്ടുബുദ്ധിയായിട്ട് വന്നേക്കും അവള്. അവരോരോന്ന് പിറുവിറുത്തപ്പോൾ തുമ്പി ഒരു ചിരിയോടെ കണ്ണു തുടച്ച് അവിടെ നിന്നും പോയി. ചേച്ചി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അവൾ പറഞ്ഞില്ല. പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ. നിശ്ചയമൊന്നും ഇല്ലാതെ കല്യാണം പെട്ടെന്ന് നടത്താനായിരുന്നു തീരുമാനം. കല്യാണത്തിന് ഡ്രസ്സുകൾ എടുക്കാൻ വന്നാണ് രണ്ടു വീട്ടുകാരും. ഒരു ഗൗൺ എടുത്ത് അതുമായി ട്രയൽ റൂമിലേക്ക് കയറിയതാണ് തുമ്പി. അമ്മുവിനെ പുറത്ത് കാവൽ നിർത്തിയിട്ടുണ്ട്. ഇടുപ്പിന്റെ മുകളിൽ നിന്ന് സിബായതുകൊണ്ട് അവൾ അങ്ങനെ തന്നെ തിരിഞ്ഞെന്ന് വാതിൽ തുറന്ന് അമ്മുവിനെ വിളിച്ചു. സിബിട്ടതറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ തുമ്പി ഞെട്ടി. പുറകിൽ ആരവാണ്. പെട്ടെന്ന് അലറി വിളിക്കാൻ വന്ന അവിടെ വാപ്പുത്തി അവൻ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. അലറല്ലേ, നീ ഇങ്ങനെ വാതിലിന്റെ മുമ്പിൽ വന്ന് അലച്ചുകയുണ്ടാ. ഞാനതിട്ട് ട്രസ്റ്റ് മീ, ഞാൻ തെറ്റായിട്ടൊന്നും നോക്കിയിട്ടില്ല. അമ്മ ആകാശിന്റെ അടുത്തേക്ക് പോയി. അവൻ പയ്യ അവളിൽ നിന്ന് അകന്നു മാറി പുറത്തേക്ക് പോവാൻ തുടങ്ങി. ആൻഡ് യു ലുക്ക് ബ്യൂട്ടിഫുൾ ലൈക്ക് എ ഡോൾ. അവൻ പറയുന്നേട്ട് അവൾ അതിശയത്തോടെ അവനെ തന്നെ നോക്കി. അവൻ അവിടെ നിന്ന് പോയപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന തുമ്പി അറിഞ്ഞു. പിന്നീട് ആരവിനെ അവൾ കണ്ടില്ല. ഒന്ന് കാണാൻ അവൾക്ക് കൊതി തോന്നിയെങ്കിലും അത് അവൾ അടക്കി നിർത്തി. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇപ്പോൾ തന്റെ ചിന്തകളൊന്നും തന്റെ നിയന്ത്രണത്തിലല്ല. കല്യാണത്തിന്റെ തലേന്ന് ഹൽദി ഫംഗ്ഷന് ആകാശവും വീട്ടുകാരും വന്നു. തുമ്പി അവരുടെ കൂടെ ആരോ വന്നിട്ടുണ്ടോ എന്ന് പ്രതീക്ഷയോടെ നോക്കി. പക്ഷെ അവനെ മാത്രം കണ്ടില്ല. കുട്ടികളുടെ കൂടെ സെൽഫി എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ആരോ തന്നെ ശ്രദ്ധിക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ആരവിനെ കണ്ട് ഉള്ളിൽ വല്ലാത്ത സന്തോഷവും നാണവും തോന്നി. അവിടെ നിന്ന് പോകുന്നവരെ അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. പിറ്റേന്ന് കല്യാണത്തിന് അമ്മുവിനെ ഒരുക്കി കഴിഞ്ഞ് തുമ്പി നന്നായിട്ട് ഒരുങ്ങി. എത്ര ഒരുങ്ങിയിട്ടും മതിയാവാത്ത പോലെ. ചേച്ചിയുടെ കല്യാണം ഒരുപാട് സന്തോഷത്തോടെ തുമ്പി നോക്കി കണ്ടു. അതേപോലെ തന്നെ വലം വയ്ക്കുന്ന ഹേസൽ കണ്ണുകളും അവളുടെ ഉള്ളിൽ സന്തോഷം ഉളവാക്കി. എന്തോർത്തുകൊണ്ട് മാറി നിന്ന തുമ്പി പെട്ടെന്ന് കണ്ണോട് ആരവിനെ നോക്കി. ആ ഒരു സംശയത്തോടെ അവളെയും നോക്കി. ചേച്ചി പോകുന്നുണ്ടാണോ? അവൾ തലയാട്ടിയപ്പോൾ അവനൊരു ചിരിയോട് അവളോട് ചേർന്ന് നിന്നു. സങ്കടപ്പെടണ്ട, അതിന് വഴിയുണ്ട്. ഞാൻ കൊണ്ടുപോട്ടെ വീട്ടിലേക്ക്, എന്റെ പെണ്ണായിട്ട്. റിയലി ഐ ലവ് യു മൈ ഡോൾ. തുമ്പി വല്ലാത്തൊരു വെപ്രാളത്തോടെ അവനെ നോക്കി. എന്താ പറയുക, ഐ നീഡ് യു. എന്റേതാക്കാൻ എനിക്ക് വല്ലാത്ത കൊതി തോന്നുക. അവന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലെ കുഞ്ഞുമറിയിലായിരുന്നു. അപ്പോഴും അവളാവട്ടെ അവന്റെ കണ്ണുകളിൽ ആ നേരിയ സ്വരത്തിലും അവനിൽ നിന്ന് വരുന്ന ഗന്ധത്തിലും സ്വയം മറന്നു പോയിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോർത്ത പോലെ അവനെ തള്ളി മാറ്റി അവൾ അവിടെ നിന്നും പോയി. അവനൊരു ചിരിയോടെ തിരികെ നടന്നു. തിരികെ വീട്ടിലേക്ക് വന്നപ്പോഴും ചേച്ചി പോയതിനേക്കാൾ മറ്റെന്തൊക്കെയോ തന്നെ അരട്ടുന്നുണ്ടെന്ന് തുമ്പി അറിയുന്നുണ്ടായിരുന്നു.
പിറ്റേന്ന് അമ്മവും വീട്ടുകാരും വരുമെന്നറിഞ്ഞ് ആകെ സന്തോഷത്തിലാണ് തുമ്പി. രാവിലെ മുതൽ നല്ല പണിയിലാണ്. ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നിയെങ്കിലും ചേച്ചി വരുന്ന സന്തോഷത്തിൽ തുമ്പി അതൊക്കെ മറന്നിരുന്നു. അവരൊക്കെ വരുന്നുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ട് പോകാനായി നിന്ന് തുമ്പിയെ തടഞ്ഞുകൊണ്ട് സിന്ധുവിന്റെ അനിയത്തി ബിന്ദു അവിടേക്ക് വന്നു. നീ ഇതെങ്ങോട്ടാ? ആ പപ്പടം മുഴുവൻ വറുത്തു വെച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. തുമ്പിക്ക് സങ്കടം തോന്നിയെങ്കിലും അവൾ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. ചെറിയമ്മയ്ക്ക് പണ്ടേ തന്നെ ഇഷ്ടമല്ല. ആൾ പപ്പടം വറുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ആരോ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചത്. ചേച്ചി പെണ്ണേ, എന്താ തുമ്പി ഇത്? ഞാൻ വന്നപ്പോഴാണ് ഇതൊക്കെ അവിടെ വെച്ചിട്ട് നീ വന്നേ. ഇനിയിപ്പോൾ അവിടെ ആവശ്യമുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് തുമ്പിയുമായിട്ട് അമ്മ ആളിലേക്ക് പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ മോള് വന്നല്ലോ. ഞങ്ങൾ വിരുന്നിന് വന്നത് മാത്രമല്ല കേട്ടോ, വേറെ കാര്യം പറയാനും കൂടെ വേണ്ടിയിട്ടാ. തുമ്പി മോൾ ആരവിന് ഒരുപാട് ഇഷ്ടമാണെന്ന്. നിങ്ങളുടെ അനുവാദത്തോടെ എൻ്റെ ആരവിന് വേണ്ടി തുമ്പിയെ ചോദിക്കാൻ കൂടി ഞങ്ങൾ വന്ന്. സിമി പറഞ്ഞപ്പോൾ രാഘവനും വിജയനും പരസ്പരം സന്തോഷത്തോടെ കൈ കൊടുത്തു. ബിന്ദു ഒരു വല്ലാത്ത മുഖത്തോടെ സിന്ധുവിനെ നോക്കി. അത് നടക്കില്ല സിമി. ബിന്ദുവിന്റെ മോള് ഞങ്ങളുടെ ചൈത്രമോൾക്ക് വേണ്ടി ആരവിനെ ആലോചിച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുക. ചൈത്രമോൾക്ക് ആരോമോനെ ഇഷ്ടം, അതേ നടക്കൂ. സിന്ധു തീർത്തു പറഞ്ഞപ്പോൾ ആരവിനും വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ തുമ്പിയെ നോക്കിയപ്പോൾ വേറെ എങ്ങോട്ടാണ് അവിടെ നോട്ടം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ആരവിന് തുമ്പിയെ ഇഷ്ടം. ചൈത്രക്ക് വേറെ ആരെങ്കിലും വിവാഹം നോക്കിക്കൂടെ? നമ്മുടെ തുമ്പിക്ക് വേണ്ടിയല്ലേ അമ്മേ? അമ്മ വിഷമത്തോടെ പറഞ്ഞപ്പോൾ സിന്ധുവും ബിന്ദുവും ചൈത്രയും വല്ലായ്മയോടെ അവളെ നോക്കി. നടക്കില്ല. ചൈത്രമോൾ ആരോമോനായിട്ടുള്ള വിവാഹം മാത്രമേ നടക്കൂ. സിന്ധു, രാഘവൻ ഒച്ചയെടുത്തിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടായില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എനിക്കിഷ്ടം തുമ്പിയെയാ. ആള് വിവാഹം കഴിക്കുന്ന കാര്യം പറയാനാ ഞാൻ വന്ന്, അല്ലാതെ. ആരോ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ തുമ്പി തലയുയർത്തി അവനെ നോക്കി. ആളുടെ കണ്ണിലൊരു നീർത്തിളക്കം അവൻ കണ്ടു. ആ കണ്ണുകളിലൂടെ അവൾ തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ. ഓ, നിനക്ക് ഇവളെ കല്യാണം കഴിക്കണം. പുതുശ്ശേരി വീട്ടിലെ രാഘവന്റെ മോളായിട്ട് കണ്ടാണ് നീ ഇവള് വിവാഹം കഴിക്കാൻ പോകുന്നെങ്കിൽ അത് വേണ്ട. കാരണം ഇവള് ഞങ്ങളുടെ മകളല്ല. എന്റെ ഭർത്താവിനെ എവിടുന്നോ കളഞ്ഞിട്ട് ഊരും പേരും അറിയാതെ തന്തയും തള്ളയില്ലാത്ത ഒരുത്തിയവള്. ഞങ്ങളുടെ ചൈത്രമോളെക്കാൾ എന്ത് യോഗ്യതയുണ്ട് ഇവൾക്ക്? അമ്മേ! അമ്മ ഒരു ഇടർച്ചയോടെ വിളിച്ചപ്പോഴും അവർക്കൊരു ഭാവമാറ്റമില്ല. എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയിരുന്നു. രാഘവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒരു മരവിപ്പായിരുന്നു അയാൾക്ക് ചുറ്റും. ആരോ തുമ്പിയെ നോക്കിയപ്പോൾ അവര് നോക്കി ചിരിക്കാൻ പാടുപെടുന്ന അവളെ കണ്ട് അവന് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. ഊരും പേരും അറിയാത്ത ഒരുത്തി എന്റെ ഭർത്താവ് മോൾ സാധാപത്തിന്റെ പേരിൽ ഇവിടെ കൊണ്ട് നിർത്തി. ഭക്ഷണവും വെള്ളം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ഇത്ര നാൾ നോക്കി. ഇപ്പൊ ഞങ്ങളുടെ മോൾക്ക് വന്ന നല്ലൊരു ആലോചന. ഇവളെ പോലെ തെണ്ടിപ്പിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റില്ല. തുമ്പിക്ക് വല്ലാത്ത വേദന തോന്നി. നെഞ്ചിലാരോ കുത്തുന്ന പോലെ. തെണ്ടിപ്പെണ്ണ്. അമ്മയെന്ന് സ്നേഹത്തോടെ മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ. സ്വന്തം അമ്മ തന്നെയായിരുന്നു. സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് അങ്ങനെ തന്നെ, അറിഞ്ഞപ്പോഴും അങ്ങനെയായിരുന്നു. എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും അമ്മ തന്നെ നല്ലതിന് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് ഓർക്കും. എവിടെയായിരിക്കും തൻ്റെ അച്ഛനും അമ്മയും? ഈ മോളിങ്ങനെ നെഞ്ചുപൊട്ടി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? മതി, നിർത്ത്. കുറെ നേരമല്ലേ നിങ്ങള്. അവള് നിങ്ങളുടെ മോളല്ലെങ്കിൽ വേണ്ട. ഒന്നും കണ്ടു ആരെയും കണ്ടുവല്ല ഞാൻ അവളെ സ്നേഹിച്ച്. അവൾ ആരായാലും എനിക്ക് അവളെ മതി. ആരും വേണ്ട അവൾക്ക്. ഞാൻ നോക്കിക്കോളാം എന്റേതായിട്ട്. അവസാന വാചകങ്ങൾ പറയുമ്പോൾ അവന്റെ വാക്കുകൾ ഇടറി. ഇപ്പൊ കണ്ടില്ലേ ചേച്ചി, പാൽ കൊടുത്ത് കഴിക്കാനെ കൊത്തി. ഇങ്ങനെ ആർക്കും ഒരു ഉപകാരമില്ല. മറ്റുള്ളവർക്ക് ഭാര്യയായിട്ട് നിൽക്കാൻ പോയി ചത്തുടറി. നിനക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ? ബിന്ദു ദേഷ്യത്തോടെ തുമ്പിയോട് പറഞ്ഞപ്പോൾ ആരോ ദേഷ്യത്തോടെ ചാടിണീറ്റു. തുമ്പിയുടെ കൈ പിടിച്ച് രാഘവന്റെ മുമ്പിൽ നിർത്തി. കൊണ്ടുപോകാൻ ഞാൻ. എനിക്ക് നിങ്ങളോട് മാത്രമേ ചോദിക്കാനുള്ളൂ. പിന്നീട് അമ്മയും അച്ഛനെയും ആകാശിനെയും അമ്മൂനെയും നോക്കി തുമ്പിയുമായിട്ട് കാറിലേക്ക് കയറിപ്പോയി. ദേ, നിങ്ങളിത് എന്ത് നോക്കിയിരിക്കുക? അവൻ അവളെയും കൊണ്ട് പോയിട്ട് കണ്ടില്ലേ? പോയി തടയാൻ നോക്ക് മനുഷ്യ. നമ്മുടെ ചൈത്രമോള്. ആർ പറഞ്ഞിരുന്നതിന് മുമ്പ് രാഘവന്റെ കൈകൾ അവരുടെ മുഖത്ത് പതിഞ്ഞു. ശബ്ദിക്കരുത് എന്ന് ആംഗ്യം കാണിച്ചു. ആ ഒരു പേടിയോടെയും നാണക്കേടോടെയും ചുറ്റും നോക്കിയപ്പോൾ തന്റെ സ്വന്തം മകൾ ഉൾപ്പെടെ ചിലരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം അവർ കണ്ടു. ആരോ തുമ്പിയുമായി പോയത് അവന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടെ ചെന്നിട്ടും തുമ്പി അനക്കമില്ലാതെ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. തുമ്പി ഒന്ന് നോക്കിടൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായണ്ട ഇങ്ങനെ ചെയ്ത്. ഇനിയും നിന്നെ അവിടെ നിർത്തിയാൽ കൊല്ലാൻ പോലും മടിക്കില്ല ദുഷ്ടക്കൂട്ടങ്ങൾ. എനിക്ക് നിന്നെ വേണം മോളെ. ഇഷ്ടമല്ലേ എന്നെ? ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇഷ്ടമായില്ലേ? എനിക്ക് ആരുമില്ല. അച്ഛനും അമ്മയൊന്നുമില്ല. അമ്മ പറഞ്ഞു കേട്ടില്ല ഞാൻ തെണ്ടിപ്പെട്ടാണെന്ന്. ഏതോ ലോകത്തെന്ന പോലെ തുമ്പി പിറുപിറുത്തു. പെട്ടെന്ന് ആരവിന്റെ കണ്ണുനീര് തന്റെ കയ്യിൽ വീണപ്പോൾ തുമ്പിക്ക് സ്വബോധം വന്ന പോലെ നിറകണ്ണുകളോട് അവനെ നോക്കി. പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവന്റെ മാറിലേക്ക് വീണു. അവനെ ഇറുക്കെ പിടിച്ച് പൊട്ടിക്കരയും തുമ്പിയെ അവനും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അത്ര നാളത്തെ സങ്കടമെല്ലാം അവന് നെഞ്ചിൽ അവൾ കരഞ്ഞു തീർത്തു. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ ഒരു സെറ്റ് സാരിയും ലക്ഷ്മിമാരുടെ ഒരു സെറ്റും ടേബിളിൽ തുമ്പി കണ്ടു. ആൾ കുളിച്ചു വന്ന് സാരി എടുത്തു. പെട്ടെന്ന് റൂമിലേക്ക് അമ്മ വന്നു. ആൾ പൊട്ടിക്കരഞ്ഞ് തുമ്പിയെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കുമോളെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ കുഞ്ഞാൻ ചെത്തിയ എന്നും എപ്പോഴും ഒത്തിരി ഇഷ്ടാകും ഞാൻ നിന്നെ. ഒരുപാട്. എനിക്കെല്ലാം നേരത്തെ അറിയായിരുന്നു ചേച്ചി. പക്ഷെ അമ്മ. ആളുടെ കരച്ചിൽ രണ്ടാമോളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് രാഘവൻ അങ്ങോട്ടേക്ക് വന്നത്. ആള് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എന്റെ മോളാ നീയെ, പൊന്നുമോള്. ഇന്നലെ അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഓരോ നടന്നപ്പോ ഒന്നും മിണ്ടാൻ പോലും സാധിക്കാതെ മരവിച്ചു പോയി.
അവൾക്കുള്ള ദൈവം കൊടുക്കും, അനുഭവിക്കാവള്. മോൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. ചേർത്ത് പിടിക്കാൻ അവനെ പോലെ ഒരാള്, അതല്ലേ മോളെ ജീവിതത്തിലെ ഏറ്റവും വലുത്. രാഘവൻ എന്തോന്ന് ആരവിന് കൊടുത്തെങ്കിലും ആരോ നിരസിച്ചു. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും അമ്മുവിന്റെയും ആകാശിന്റെയും രാഘവിന്റെയും സാന്നിധ്യത്തിൽ ദേവി നടുവിൽ വെച്ച് ആരോ തുമ്പിയെ സ്വന്തമാക്കി. നെറുകയിൽ സിന്ദൂരമണിയിച്ച് അവളുടെ സീമന്തരേഖയിൽ ചുംബിക്കുമ്പോൾ അവന്റെയും തുമ്പിയുടെയും കണ്ണിനുടെയും മനസ്സൊരുപോലെ നിറഞ്ഞിരുന്നു. രാത്രിയിൽ തുമ്പി റൂമിലിരുന്നപ്പോഴാണ് ആരോ അവിടേക്ക് വന്ന് ആളെയും കൂടി ശബ്ദമുണ്ടാകാത്ത താഴത്തേക്ക് വന്ന് ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാതെ ഗേറ്റ് വരെ വന്നു. അവൻ ചെയ്യുന്നത് കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. റോഡിലെത്തി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളോട് കയറാൻ പറഞ്ഞപ്പോൾ തുമ്പി പിറകിലേക്ക് അവനോട് ചേർന്നിരുന്നു. രാത്രിയിൽ ആ തണുപ്പത്ത് അവനെയും ചേർന്നിരുന്നു. ഏതോ സ്വപ്നലോകത്തിൽ എന്ന പോലെ അവളിരുന്നു. ആളെയും കൂടി നേരെ ബീച്ചിലേക്കാണ് വന്നത്. ആദ്യമായി രാത്രിയിൽ കടൽ കണ്ട സന്തോഷത്തിലും അത്ഭുതത്തിലും ആളവനെ നോക്കി. നിനക്ക് കടൽ ഒരുപാട് ഇഷ്ടമാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. അവനൊരു ചിരിയോടെ പറഞ്ഞപ്പോൾ തുമ്പി പയ്യെ കടലിന്റെ അടുത്തേക്ക് നടന്നു. രാത്രിയിൽ നിലാവിന്റെ സാന്നിധ്യത്തിൽ കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴാണ് ആരോ അവളെ പിന്നിൽ നിന്ന് ചേർത്തു പിടിച്ചത്. ഐ ലവ് യു. ആളുടെ ചെവിക്കരികൾ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ച് തുമ്പി ആ നിമിഷം ആസ്വദിച്ചു. അവളെ തിരിച്ചിരുത്തി ആ കുഞ്ഞുമുഖം കയ്യിലെടുത്ത് മൂർത്താവിൽ അമർത്തി ചുംബിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. എണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങളുടെയും ആർക്കിടയിൽ പൂർണ്ണതയോടെ നിൽക്കുന്ന ചന്ദ്രനെയും ആർത്തലച്ച് തീരത്ത് പുൽകുന്ന തിരമാലകളെയും സാക്ഷി നിർത്തി തന്റെ പ്രണയം മുഴുവൻ പകർന്നുകൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു. രണ്ടുപേരുടെയും ആത്മാവ് ആ ചുംബനത്തിലൂടെ ഒന്നായി മാറി. അവളിൽ മുറുകുന്ന അവന്റെ കൈകളുടെയും അവനിൽ മുറുകുന്ന അവളുടെ കൈകളുടെയും മാന്ത്രികതയിൽ ആ കാറ്റാടി മരങ്ങൾക്കിടയിൽ അവരൊരു ആത്മാവായി എന്നേക്കുമായി.